അവരുടെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് മാർച്ച് 6, 7, 8, 9 തീയതികളിൽ നടത്താൻ തീരുമാനിച്ച വിവരം മുമ്പ് തന്നെ പ്രസിദ്ധീകരിച്ചത്. പാർട്ടിയുടെ കോർഡിനേഷൻ സെക്രട്ടറിയും കോർഡിനേഷൻ എന്നാണ് അതിന് സെക്രട്ടറി എന്ന് പറയുന്നില്ല, കോർഡിനേഷൻ കോർഡിനേഷൻ അതിന്റെ ചുമതലയുള്ള സഖാവ് പ്രകാശ് കാരാട്ടാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിലെ പാർട്ടിക്കകത്ത് നിലനിന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി സമ്മേളനത്തിലേക്ക് പാർട്ടി നീങ്ങുകയാണ്. ഉള്ള ദൗർബല്യങ്ങളെയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെയെല്ലാം വളരെ വിശദമായി പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി കൊണ്ടാണ് സമ്മേളനം പൂർത്തീകരിച്ചത്. ഇപ്രാവശ്യത്തെ സമ്മേളനത്തിന്റെ ഭാഗമായി സംസ്ഥാന സമ്മേളനത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ടിന്റെ പുറമെ നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ PP അംഗം സഖാവ് പിണറായി വിജയൻ അവതരിപ്പിക്കും. നവകേരളത്തിനുള്ള പുതുവഴികൾ കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിന്റെ ഘട്ടത്തിൽ നവകേരള വികസന രേഖ സമ്മേളനം വളരെ വിശദമായിട്ട് പരിശോധിച്ച് തയ്യാറാക്കിയ ഒന്നാണ്. ആ രേഖയിലെ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കിയത് പുതിയ സാഹചര്യത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ചാണ് വിശദമായൊരു ചർച്ച പാർട്ടി സമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതുവഴി 3ാം LDF സർക്കാരിന്റെ ദിശാബോധം നിർണയിക്കുന്ന കാഴ്ചപ്പാടുകൾ ഉൾത്തിരിഞ്ഞു വരും എന്നാണ് പാർട്ടി കാണുന്നത്. ഇത് സംബന്ധിച്ചുള്ള പ്രതിനിധികളുടെ ചർച്ചയും അതിന്റെ അടിസ്ഥാനത്തിലാണ് രേഖയ്ക്ക് അന്തിമ രൂപം നൽകുക. ആ കാഴ്ചപ്പാടനുസരിച്ച് പാർട്ടിയാകെ മുന്നോട്ടേക്ക് നയിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്നാണ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഇപ്രാവശ്യം പ്രത്യേകിച്ച് വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉൾച്ചേർന്നിരിക്കുകയാണ്. 30 സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സീറ്റുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 17 LDF വിജയിച്ചു. 12 UDFന് ജയിക്കാനായിരുന്നു. BJPക്ക് സീറ്റൊന്നും ലഭിച്ചില്ല. ഇവിടെ 7 മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ഇതിൽ ജയിച്ചതും തോറ്റതുമായ എണ്ണം അല്ല ഇതിലെ രാഷ്ട്രീയ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത്. മറിച്ച് കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ചില വാർഡുകളിൽ ചില സ്ഥലത്ത് SDPIക്ക് ജയിക്കാനായി. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് 465 വോട്ട് ലഭിച്ച വാർഡിൽ
ഇപ്രാവശ്യം കോൺഗ്രസിന് 148 വോട്ടാണ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം 363 വോട്ട് ലഭിച്ച SDP-ക്ക് ഇത്തവണ 674 വോട്ട് കിട്ടി. അത് UDF-ന്റെ നല്ല രീതിയിലുള്ള വോട്ട് മാറ്റം SDP-ക്ക് അനുകൂലമായി മാറ്റി എന്നുള്ളതാണ് ഗൗരവമുള്ള പ്രശ്നം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 279 വോട്ടാണ് കിട്ടിയിരുന്നത്. ആ വോട്ട് ഞങ്ങൾ വർദ്ധിപ്പിച്ച് 448 വോട്ടാക്കി ഉയർത്തി. ഞങ്ങളുടെ വോട്ട് പോയി എന്നൊന്നും പറയാൻ സാധിക്കുന്നില്ല. മുഴുവൻ വോട്ടും കോൺഗ്രസിന്റെ വോട്ടാണ്. കോൺഗ്രസ് ജയിച്ച വാർഡിൽ SDP-യെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ ന്യൂനപക്ഷ വർഗീയ വിഭാഗം ഭീകരവാദം കോൺഗ്രസും ലീഗും ഉൾച്ചേർത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന നില ഉണ്ട് എന്ന് അതിന്റെ സൂചനയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം. ഇത് വെച്ച് കണക്ക് വെച്ച് കൂട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് ധരിക്കേണ്ടിയില്ല. നിങ്ങളുടെ തന്നെ കുളം തോണ്ടുന്ന വർഗീയ കൂട്ടുകെട്ടായിട്ടാണ് ഇത് മാറാൻ പോകുന്നത്. ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒരു കൂട്ടുകെട്ട് ഒരു ഭാഗത്ത് BJP-യുമായിട്ട് ചേരുന്നു, വേറൊരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SDP-യും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേരുന്നു. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം വാർഡും ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ 2020 408 വോട്ട് കോൺഗ്രസ് നേടിയിരുന്നു. ഇപ്രാവശ്യം ആ വോട്ട് 277 വോട്ടായിട്ട് ചുരുങ്ങി. ഏതെങ്കിലും ഒരു വർഗീയവാദികൾ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് BJP-ക്ക് വോട്ട് ചെയ്ത് കൊടുക്കുന്ന നിലയാണ് ഈ ശ്രീവരാഹം വാർഡിലും ഉണ്ടായത്. $408 വോട്ട് 277 വോട്ടാക്കി. കോൺഗ്രസിന് കുറഞ്ഞ വോട്ട് BJP-യുടെ വോട്ട് വർധനവായിട്ട് മാറി. ഇത് നേമത്തും അതുപോലെ തന്നെ തൃശൂരും. നേമം അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഒ രാജഗോപാലിന്റെ വിജയവും ഇപ്രാവശ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരുള്ള സുരേഷ് ഗോപിയുടെ വിജയവും ഉറപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഒരു രൂപം തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്ക് അനുകൂലമായിട്ട് കോൺഗ്രസ് വോട്ട് മാറ്റുന്ന ചിത്രം ഇതിന്റെ ഭാഗമായിട്ട് കാണുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 2020 തെരഞ്ഞെടുപ്പിൽ LDF പിടിച്ചെടുത്ത സീറ്റാണ് ഇത്. അതൊരു അട്ടിമറി വിജയം നടത്താൻ BJP-ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ ഈ പ്രതികൂല സാഹചര്യത്തിൽ BJP കോൺഗ്രസ് ഐക്യം രൂപപ്പെടുത്തിയിട്ടും 1358 വോട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നേടാനായി എന്നുള്ളത് വളരെ വലിയ നേട്ടമാണ്. എല്ലാ അർത്ഥത്തിലും നല്ല വിജയമാണ് അവിടെ കരസ്ഥമാക്കാൻ സാധിച്ചത്. BJP കോൺഗ്രസ് കൂട്ടുകെട്ടിനെ തകർത്തുകൊണ്ട് LDF സീറ്റ് നിലനിർത്തി. കരുനാഗപ്പള്ളിയാണ് വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് നടന്ന 2 വാർഡുണ്ടായിരുന്നത്. അവിടെ പാർട്ടിയാകെ വലിയ രീതിയിൽ പ്രതിസന്ധിയാണ്, തകർച്ചയാണ് എന്നെല്ലാം നടന്ന പ്രചരണത്തിന് ചുട്ട മറുപടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ നല്ല വോട്ട് വിഹിതത്തോടെ
അവിടെ 2 സീറ്റും ജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാസർഗോഡ് ജില്ലയിലെ 2 സീറ്റിൽ എതിരില്ലാതെ ജയിച്ച 2 സീറ്റ് കൂടി ചേർത്തുകൊണ്ട് വേണം ഈ 30 സീറ്റിനെ കാണാൻ. അതിന്റെ കണക്ക് നമ്മൾ എടുത്തിട്ടില്ല. എന്നാലും വോട്ട് വീതം LDF-ന് ഈ 28 സീറ്റിന്റെ മാത്രം കണക്ക് നോക്കുമ്പോൾ തന്നെ 44% വോട്ട് വീതം ലഭിച്ച സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. UDF-ന് 37%, BJP-ക്ക് 16% വോട്ട് വീതം എന്ന് കാണാം. ഒരു പരിച്ഛേദം പോലെ തെരഞ്ഞെടുപ്പിന്റെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന രീതിയിലാണ് ഞങ്ങൾ ഇതിനെ പരിഹരിച്ചത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ തെറ്റായ നടപടി സ്വീകരിക്കുന്നു എന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രചരണം എത്രത്തോളം അസംബന്ധമാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. എങ്കിൽ പോലും പാർട്ടിയൊന്നും പ്രതികരിക്കുന്നില്ല എന്നെല്ലാമുള്ള വാർത്തകൾ ബോധപൂർവം തയ്യാറാക്കി നൽകുന്ന സാഹചര്യത്തിൽ ആ കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക. ശക്തമായ എതിർപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും പാർട്ടിയും കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തന്നെ ഉയർത്തിയിട്ടുള്ളതാണ്. കൊച്ചിയിലും അതുപോലെ തിരുവനന്തപുരത്തും 2025 ജനുവരി 11 കൊച്ചി റായ് ഹോട്ടലിൽ വെച്ച് നടത്തിയിട്ടുള്ള കേന്ദ്ര മൈനിംഗ് മന്ത്രാലയം ആദ്യമായി റോഡ് ഷോയിൽ അതിന് എന്തു നിലപാടാണ് സ്വീകരിച്ചത് എന്ന് പറയുന്നതിന് പകരം ഇവിടെ യോഗം നടത്തി എന്ന മാത്രം വാർത്ത വെച്ചുകൊണ്ട് അർദ്ധസത്യം അവതരിപ്പിച്ച് സത്യം മറച്ചുവെക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചത്. അവിടെ 2025 ജനുവരി 11 നടത്തിയിട്ടുള്ള ആ യോഗത്തിലും അതിനെ തുടർന്നുണ്ടായ നിലപാടുകളിലും കൃത്യമായി കേരളം അതിന്റെ പ്രതിഷേധം ശക്തിയായി ഉയർത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ പ്രതിനിധി ഉയർത്തിയ ശക്തിയായ വിമർശനമാണ് സത്യം പറഞ്ഞാൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയും അതിനോട് മറ്റുള്ളവർ പ്രതികരിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുള്ളത്. അതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ശക്തിയായിട്ടുള്ള എതിർപ്പ് വ്യവസായ വകുപ്പ് തന്നെ, വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനീഷ്, കേന്ദ്ര മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സെക്രട്ടറി കാന്താറാവു മുമ്പാകെ ഈ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, കേരളത്തിന്റെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. 2025 ജനുവരി 19 ഒറീസയിലെ ഭുവനേശ്വറിൽ നടന്ന 64ാമത് സെൻട്രൽ ജിയോളജിക്കൽ പ്രോഗ്രാമിംഗ് ബോർഡ് മീറ്റിംഗിൽ കേന്ദ്ര ഖനി സെക്രട്ടറിയായ കാന്താറാവു കേരളത്തിന്റെ ഉത്കണ്ഠ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മുടെ അഭിപ്രായ വ്യത്യാസം അവിടെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ശേഖരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഫെബ്രുവരി 13 സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ധാതു പരിവേഷണത്തിനും ഖനനത്തിനുമുള്ള ലേല നടപടികൾ ആരംഭിക്കാൻ പാടുള്ളൂ എന്നും വ്യവസായ വകുപ്പ് വീണ്ടും കത്ത് നൽകുകയുണ്ടായി. 2023 ഭേദഗതിക്ക് ശേഷം അതിൽ വന്ന മാറ്റങ്ങൾ വളരെ ഗൗരവതരമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ UDF ഉൾപ്പെടെയുള്ളവര് എന്തോ
ഇതിനെതിരായി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരികയാണ് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. 23-ലാണ് ഈ ഭേദഗതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവതരിപ്പിച്ചത്. ആ ഭേദഗതി അവതരിപ്പിച്ചുകൊണ്ട് കാര്യമായ ചർച്ചയൊന്നും നടന്നില്ല. കാരണം മണിപ്പൂർ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച് പ്രതിപക്ഷമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു കേരളത്തിലെ 18 എംപിമാരുണ്ടായിരുന്നല്ലോ അന്നും. ആരും ഒരു തരത്തിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തിയില്ല. അന്നുമില്ല, അതിന് ശേഷവുമില്ല. അപ്പോ ആഴക്കടൽ ധാതുക്കളുടെ പരിവേഷണത്തിനും ഖനനത്തിനും രണ്ടായി അനുമതി നൽകുക, അത് രണ്ട് ഭാഗമായിട്ട് തിരിച്ചു നൽകുക എന്നുള്ളതൊക്കെയായിരുന്നു ആദ്യം അന്വേഷിച്ചിരുന്നത്. സർക്കാർ ഏജൻസികൾക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള അനുവാദത്തിന് പുറമെ അത് പൂർണ്ണമായിട്ട് മാറ്റി സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആഴക്കടൽ ഖനനത്തിന് തീരദേശ ജനവിഭാഗങ്ങളെ മുഴുവൻ ബാധിക്കുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള 12 നോട്ടിക്കൽ മൈലിന്റെ അപ്പുറത്ത് 50 നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രദേശം രണ്ടും ചേർത്തുകൊണ്ട് ഖനനം നടത്താനുള്ള സൗകര്യമാണ്. അത് കേവലമായ പൂഴി മാത്രമായിരിക്കില്ല, ധാതുക്കൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കാണുന്നത്. അത് ഈ 50 വർഷം വരെ അനുമതി നൽകുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ വന്ന ഈ പ്രശ്നങ്ങളെല്ലാം വെച്ച് ശക്തിയായ രീതിയിലുള്ള സമരവും പ്രക്ഷോഭവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുമെല്ലാം കടലോര മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീണ്ടുനിൽക്കുന്ന സമരപ്രക്ഷോഭം ആരംഭിച്ച ആ സന്ദർഭത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് എന്തോ ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന പച്ചക്കള്ളം തട്ടിവിടുന്നതിനു വേണ്ടി ചില മാധ്യമങ്ങൾ തയ്യാറായിട്ടുള്ളത്. അത് അങ്ങേയറ്റം പ്രതിഷേധാത്മകമായ ഒരു നിലപാടാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ധാതു പരിവേഷണവും ഖനനവും വളരെയേറെ ശ്രദ്ധേയമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നും നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനെതിരായി അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, കടലോര മേഖലയിലുള്ള മുഴുവൻ ജനങ്ങളും, കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെയാണ്, ഏതെങ്കിലും ഒരു ഭാഗം മാത്രമല്ല, എല്ലാ പാട്ടത്തിന് കൊടുക്കുകയാണ്. അത്തരത്തിലുള്ള നമ്മുടെ തീരദേശം മുഴുവൻ സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു സംഭവമാണ് വരാൻ പോകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അറിയാൻ സാധിച്ചത് ഒന്നും തന്നെ മണൽ ഉൾപ്പെടെയുള്ള ഒന്നും തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടുന്ന പ്രശ്നമില്ല. ആഴക്കടലിൽ നിന്ന് തന്നെ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് ലോകത്തിന്റെ വിവിധ മേഖലയിലേക്ക് അയക്കാനുള്ള സംവിധാനമാണ് ഉള്ളത്. അതുകൊണ്ട് അതിങ്ങോട്ടേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ശാക്തിയായ സമരങ്ങളിലേക്ക്, പ്രക്ഷോഭങ്ങളിലേക്ക് പോകണം. UDF അസംബ്ലിയിൽ ചർച്ച ചെയ്തപ്പോ മുഖ്യമന്ത്രി തന്നെ ചോദിച്ചു, നമുക്കിതിനെതിരായി യോജിച്ച സമരം പറ്റുമോ? അപ്പൊ ആലോചിച്ചിട്ട് പറയാം എന്നാണ് പറയുന്നത്. ഇന്നലെ UDFന്റെ യോഗം ചേർന്നപ്പോൾ അവർ തീരുമാനിച്ചു ഒരു യോജിച്ച സമരവും വേണ്ട. യോജിച്ച സമരത്തിലൊന്നും അവരില്ല. കാരണം അവർ നല്ലതുപോലെ പ്രതിക്കൂട്ടിലാകപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ഗവൺമെന്റിനെതിരായിട്ടും പാർട്ടിക്കെതിരായിട്ടും സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാന. പാർട്ടിയുടെ നേതൃത്വമൊന്നും പ്രതികരിച്ചില്ല എന്നാണ്. എവിടെയാണ് പ്രതികരണം നടത്താതിരുന്നത് എന്ന കാര്യം മനസ്സിലായില്ല. പാർട്ടിയുടെ സംസ്ഥാനതല ജാഥ നടത്തിയല്ലോ, ഒരു കുളത്തിലേ ചെയ്യും. ഞാനായിരുന്നു ആ ജാഥയുടെ ചെയ്തിട്ടുള്ളത്. കൊല്ലത്താണ് ആദ്യമായിട്ട് ഈ പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ ജാഥ പ്രതികരിച്ചത്. അന്ന് ഞങ്ങൾ പറഞ്ഞു ഒരു തരത്തിലും അനുവദിക്കാൻ പറ്റില്ല. തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെയും ജനങ്ങളെയും അതിന്റെ ആവാസ വ്യവസ്ഥയെയും തകർക്കുന്ന ഈ ആഴക്കടൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് സ്വകാര്യവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഈ പ്രശ്നത്തിൽ
ഒരു തരത്തിലും പാർട്ടിയും ഗവൺമെന്റും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റും അനുവദിക്കുന്നതല്ല. അതിനെതിരായി ശക്തിയായ പോരാട്ടവും സമരവും നടത്തേണ്ടതുണ്ട് എന്ന് കൊല്ലത്ത് അന്ന് ഞാൻ അവിടെ അജാത എത്തിയപ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന പ്രശ്നം എന്ന രീതിയിൽ ആ കാര്യം പൊതുസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ച അന്നാണ്. അതൊരു വർഷത്തിലധികമായി. ഈ 2023 ഈ നിയമം പാസ്സാക്കുന്ന ആഗസ്റ്റ് 3 ഈ നിയമം പാസ്സാക്കുന്നത്. ആ നിയമം 1 പാർലമെന്റിൽ വരുന്നു, 3 രാജ്യസഭയിൽ വരുന്നു. അതാണ് പാസ്സാക്കിയെടുക്കുന്നത്. ഒരു കോൺഗ്രസ് എം പി എതിരായിട്ട് അക്ഷരം മുണ്ടിയിട്ടില്ല. അന്നും മുണ്ടിയില്ല, അതിന് ശേഷവും മുണ്ടിയിട്ടില്ല. ഞങ്ങളാണ് ഇതിന് ആദ്യമായിട്ട് പ്രതികരിച്ചത്. പിന്നീട് തൊഴിലാളികളാകെ അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്കും സമരത്തിലേക്കും വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം മൂടി വെച്ചുകൊണ്ട് എന്തോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ ആഴക്കടൽ ഖനനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള പ്രതിഷേധം തികച്ചും തെറ്റാണ്, അടിസ്ഥാനപരമായി തെറ്റാണ്. CPIM അതിന്റെ കൃത്യമായ നിലപാട് മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് എന്ന കാര്യമാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. പാർട്ടി LDFന്റെ എംപിമാരൊന്നും ഉണ്ടായിരുന്നില്ലോ. ആകെ ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ ചുരുക്കല്ലേ ഉള്ളൂ. അവിടെ ഉള്ള ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് UDFന്റെ ആളുകളാണല്ലോ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും. കേരളത്തിലെ 18 ആളുണ്ടായിരുന്നല്ലോ. ആ 18 ആൾ അന്നും പ്രതികരിച്ചില്ല, അതിന് ശേഷവും പ്രതികരിച്ചില്ല, ഇന്നേ അവരെ പ്രതികരിച്ചിട്ടില്ല. അല്ല, LDFന്റെ ആളുകൾ അന്ന് പ്രതികരിച്ചിട്ടുണ്ട്, അന്ന് പുറത്തു തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അന്ന് ഉള്ളിൽ പ്രതികരിക്കാൻ പറ്റാത്തപ്പോ പുറത്ത് പ്രതികരിച്ചിട്ടുണ്ട്. ആര് അതെപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. നിങ്ങളെല്ലാം സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പല്ലവിയല്ലേ. അത് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മള് ദുരന്തം വന്നപ്പോൾ ദുരന്തത്തിന്റെ അയച്ചു കൊടുത്തില്ല പറഞ്ഞ പോലെയാണ്. പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, കേന്ദ്രത്തിനെ സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഏടി ആലോചിക്കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതാണ്. ആ അസംബന്ധമാണ്. ഇമാതിരി കുറെ അസംബന്ധം പറയുന്ന ഒരാൾ കളവല്ലാണ്ട് വേറെ ഒരു കാര്യവും സത്യമായിട്ട് പറയില്ല. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പോലുള്ള കുറെ പത്രവും മാധ്യമവും അത് വെച്ചിട്ടാണ് അവരെല്ലാം കളിക്കുന്നത്. നിങ്ങളാണ് അവരെ മോശമാക്കുന്നത്. കാരണം ഇത് പഠിച്ചു പോയിരിക്കുന്നു. എന്തെങ്കിലും ഒന്ന് തെറ്റായ കാര്യം പറയാ, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ മാധ്യമങ്ങൾ അങ്ങോട്ട് ഇറങ്ങി അവതരകനായിട്ട് പുറപ്പെടുക. എന്നിട്ട് അതിനെപ്പറ്റി ന്യായമായിട്ട് ഞങ്ങൾ പറയുമ്പോൾ ആ പറയുന്നതിനെ വക്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവമായിട്ട് ഇടപെടൽ നടത്തുക തീരെ തെറ്റായ നിലപാടായി. അതുകൊണ്ട് മാധ്യമങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, മാധ്യമങ്ങൾ എടുത്ത നിലപാട് ശരിയായ നിലപാടല്ല. സത്യം പറയാൻ ഞങ്ങളിത് കൃത്യമായ സമീപനം സ്വീകരിച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. സമരം RSP മാത്രമല്ല, ഞങ്ങൾ മുഴുവൻ നടത്തിയല്ലോ. പിന്നെ RSP അല്ലേ ഉറങ്ങുന്നു. ഞങ്ങൾ പണിമുടക്ക് തന്നെ ഹർത്താൽ നടത്തിയല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോഴ്സ് CIT അല്ലേ, അവരല്ലേ സംഘടിപ്പിക്കുന്ന നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് RSP നടത്തിയെന്ന് പറയുന്നത് എന്ത് കാര്യം? ഞങ്ങൾ കൂട്ടായിട്ട് നടത്താമെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാമായിട്ട് സഹകരിച്ച് മുമ്പോട്ടേ. കേരളത്തിന്റെ താല്പര്യമില്ലേ? കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ചേർന്ന് മുമ്പോട്ടേക്ക് പോകാന്ന് പറഞ്ഞു. അത് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നലെ UDFന്റെ യോഗം ചേർന്ന് പറഞ്ഞു നോക്കണ്ട, ചോദിച്ച ഒരു വർക്കിൽ പോകണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ രാഷ്ട്രീയമാണ്, വെറും രാഷ്ട്രീയം. UDFന് കേരളത്തിന്റെ താല്പര്യമില്ല. അത് വികസന പ്രവർത്തനം ഉൾപ്പെടെയുള്ള ഒന്നിന്റെ മേലെ നിങ്ങൾക്ക് ആ നിലപാട് സ്വീകരിക്കാനാവും. അത്രയേ ഉള്ളൂ കാര്യം. അതുപോലെ ഒരു ഭാഗത്ത് RSP നടക്കുന്നു, വേറൊരു ഭാഗത്ത് GV നടക്കുന്നു, വേറൊരു ഭാഗത്ത് കോൺഗ്രസ് നടക്കുന്നു. എല്ലാവരും അങ്ങോട്ട് ഞാൻ ഇത്രയും പറഞ്ഞ മലയാളം മനസ്സിലായില്ലേ? UDFന്റെ ആളുകളോട് നേരിട്ട് തന്നെ സംസാരിച്ചു. അസംബ്ലിയിലും പറഞ്ഞു, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു, നമുക്ക് കേരളത്തിന്റെ പ്രശ്നം എന്ന രീതിയിൽ ഈ ഖനനം വളരെ അപകടകരമായ ഒന്നാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല, ഈ തീരമേഖലയിലെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അതും സ്വകാര്യവൽക്കരണമാണ്. അതിനെതിരായി അതിശക്തിയായിട്ടുള്ള പോരാട്ടം നമുക്ക് കേരളം ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നതിന് നിങ്ങൾക്ക് തടസ്സം ചോദിച്ചപ്പോൾ നമുക്ക് നോക്കാം, അന്വേഷിക്കാം എന്ന് പറഞ്ഞു. UDFന്റെ ഇന്നലത്തെ യോഗത്തിൽ അവർ തീരുമാനിച്ചു വേണ്ടാന്ന്. പിന്നെ ഇനിയെന്ത് ചെയ്യണമെന്നാ പറഞ്ഞു? അല്ല, നിങ്ങളെന്താ ഉദ്ദേശിച്ചോ? അല്ല, എത്ര പ്രാവശ്യം വീണ്ടും വേണ്ടതില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റുമോ? ഞങ്ങൾ ഇനി നിങ്ങൾ പറയുന്നത് പോലെ പോകണമെങ്കിൽ വീണ്ടും ആവശ്യപ്പെടാം. വീണ്ടും ആവശ്യപ്പെട്ടാൽ വീണ്ടും അവർ പറയും ഞങ്ങൾക്ക് തന്നെ സ്വാധീനമുണ്ട്, ഞങ്ങൾ തന്നെ സമരം നടത്തിക്കൊള്ളാം. അതല്ലല്ലോ കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. എന്താ മുഖ്യമന്ത്രിയെല്ലാം
മുഖ്യം അതെ അന്നേരം വരുന്ന ഓരോന്ന് വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അസംബ്ലിയിൽ തന്നെ പറഞ്ഞല്ലോ, പ്രതികരിക്കുന്നില്ല എന്ന് പറയും. എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? നിങ്ങൾ ചോദിക്കണ്ടേ? അസംബ്ലിയിൽ തന്നെ ഈ കാര്യം പറഞ്ഞു, കൂട്ടായ യോജിച്ച കേരളത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന് ഞങ്ങൾ തയ്യാറുണ്ട്, നിങ്ങൾ തയ്യാറുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷിച്ചതിന് ശേഷം അതിനുശേഷമല്ലേ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്? ഒന്നും അന്വേഷിക്കുന്നില്ല. എന്ത് അന്വേഷിക്കുന്നില്ല? വെറുതെ പറയാണ്. അതല്ലേ മതി, വെറും കളവ് പറഞ്ഞ് പഠിച്ചു പോയിരിക്കുന്നു കുറെ ആൾ. പക്ഷേ ഈ കേന്ദ്രത്തിലെ സാമ്പത്തിക ഉപരോധം അത് ചോദിച്ച സമരത്തിന് യൂണിറ്റ് തയ്യാറാവുന്നില്ല, ബി വിഷയത്തിൽ തയ്യാറാവുന്നില്ല, വയനാട് പുനരധിവാസം അത് തയ്യാറാവുന്നില്ല. യൂണിറ്റ് സംസ്ഥാന ലോകത്തിന് ഇങ്ങനെ ഒരു പ്രതിപക്ഷം ഇല്ല പറയാൻ. അതുകൊണ്ടാണല്ലോ ശശി തരൂരിന് തന്നെ പറയേണ്ടി വന്നത്. ന്യായമായ കാര്യങ്ങൾ വരുമ്പോൾ ഏത് പ്രതിപക്ഷവും ചെയ്യാൻ ക്രിയാത്മകമായ പിന്തുണയാണ്. ഇനി തെറ്റായ കാര്യം വരുമ്പോൾ ഏത് പ്രതിപക്ഷവും അതിശക്തിയായിട്ടുള്ള വിമർശനവും അതുപോലെ തന്നെ അതിനെതിരായിട്ടുള്ള നിലപാടുമാണ്. ഇവിടെ അതേയല്ല. ഇവിടെ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടാണ്. കേരളത്തിന്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിശക്തിയായി ഈ കേരളത്തിലെ പ്രതികരണമല്ലേ അത് വന്നത്. അതിനോട് യോജിക്കാൻ UDF തയ്യാറില്ലല്ലോ. ഭരണകക്ഷിയോടൊപ്പം നിൽക്കാനല്ലേ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമല്ലേ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവരെടുത്ത നിലപാട്. കോൺഗ്രസുമായി മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് BJPയോടൊപ്പവും അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഏറ്റവും വലിയ തീവ്രവാദ SDP ജമാഅത്ത് ഇസ്ലാമിനോടൊപ്പം ചേർന്ന് പോവുകയാണ്. ഒരു രാഷ്ട്രീയ സത്യസന്ധതയിൽ പ്രവർത്താൻ കേരളത്തിലെ UDFനാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാനൊരു പ്രത്യേക പത്രസമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലത്ത്. അതിപ്പോ 3-ാം തീയതിയോ 4-ാം തീയതിയോ 3-ാം തീയതി തന്നെ നടത്താനാവും. അപ്പൊ അതിന്റെ എല്ലാ കണക്കും ഞാൻ കൃത്യമായിട്ട് അവിടെ പറയാം. പ്രതിനിധികളുടെ നമ്പർ ഉൾപ്പെടെ കാരണം അതിൽ ഒബ്സർവർ ഉൾപ്പെടെയുള്ള കുറെ നമ്പർ ഒക്കെ വരുന്നുണ്ട്. സർക്കാർ ഒരു താല്പര്യവും കുറയുന്നുമില്ല. ജനങ്ങളുടെ താല്പര്യം അസാധ്യപരമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാം കുറച്ച് ആൾക്കുള്ള താല്പര്യം നിങ്ങളുടെ തലയിലുള്ളതാണ് ഈ താല്പര്യക്കുറവ്. അത് ഈ ജനങ്ങളുടെ താല്പര്യക്കുറവാക്കി മാറ്റാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് തന്നെയാണ്. മാധ്യമങ്ങളുടെ ഒരു മാനസിക അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾ അന്നേരോടില്ല. ഞങ്ങൾക്ക് അന്നും ഇന്നും ഞാൻ ഇവിടെയുണ്ട്. അന്ന് ഈ കഴിഞ്ഞ 18-ാം ലോകസഭ തെരഞ്ഞെടുപ്പ് ഇപ്പം കഴിഞ്ഞല്ലേ, 17-ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഞങ്ങൾ 123 സീറ്റിൽ ഞങ്ങൾ തോറ്റിരുന്നു. അപ്പൊ പിന്നെ ഇവിടെ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് തീരുമാനിച്ചത് പിണറായി വിജയന്റെ അവസാനത്തെ ഗവൺമെന്റ് അടുത്ത് വരുന്നു, പണി തീർന്നു. കാരണം 123 ജയിച്ചു കിടക്കല്ലേ. പിന്നെ കേന്ദ്ര ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് സ്വർണം കള്ളക്കടത്തുന്നത്. എന്താ സ്വർണം കള്ളം, എവിടെയൊക്കെയാ ചെമ്പ്, അതുപോലെ തന്നെ ഇറാൻ ഉൾപ്പെടെ എല്ലാം ബിരിയാണി ചെമ്പ് എല്ലാം സ്വർണം കടത്തിയതിന്റെ കാര്യം ചിത്രം. കേന്ദ്ര ഏജൻസികൾ 8 വന്നു. 8 അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നോക്കിയപ്പോൾ എല്ലാ പത്രങ്ങളും പറഞ്ഞു പ്രാവശ്യം ഉറപ്പാണ് UDF. അവസാനം വോട്ടെണ്ണി നോക്കിയപ്പോൾ 99 സീറ്റ് നമ്മൾ ജയിച്ചു. അന്നും ഇതേ മാനസികാവസ്ഥയായിരുന്നു മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇതേ മാനസികാവസ്ഥ ഉത്പാദിപ്പിക്കാനാണ് മാധ്യമങ്ങൾ മുഴുവൻ കേരളത്തിൽ ശ്രമിച്ചത്. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് ഈ മാധ്യമം ലോകത്തിൽ എവിടെയില്ലാതെ സീസാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അങ്ങേതല ഇത്ര ശക്തമത്തായിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അവതരിപ്പിക്കുന്ന, ഇടതുപക്ഷ വിരുദ്ധത അവതരിപ്പിക്കുന്ന, വലതുപക്ഷ ആശയ നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു മാധ്യമ ശൃംഖല ലോകത്തെവിടെയില്ല. ഇത് ഞാൻ നേരത്തെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇപ്പോ തന്നെ ഞാൻ ആശാവർഗന്മാരിൽ എന്ത് ശത്രു? ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു അദാനിയും അംബാനിയും ഒക്കെ കിടക്കുമ്പോൾ പിന്നെ ഈ പാവം ആശാവർക്കർക്ക് ഞങ്ങൾ ശത്രുവാണ്. നിങ്ങൾ ശത്രുവാക്കാൻ വേണ്ടിയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചില ആളുകൾ അതിന്റെ അതിൽ ഇടപെട്ട് എന്തോ ശത്രുതാപരമാണോ ഒന്നും വരുത്തി തീർക്കാൻ വേണ്ടി ഞങ്ങൾ വിളിക്കുകയാണ്. ആശാവർക്കർമാരോ അംഗൻവാടി പ്രവർത്തകരോ ഹെൽപ്പർമാരോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ശത്രുവല്ല. അവരോടെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനിയും ചർച്ച ചെയ്യാം. ആവശ്യമായ രീതിയിലുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്താണ് ഉണ്ടാവേണ്ടത്. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരായി 100 കോടി രൂപ ഇപ്പോഴും കൊടുത്ത പൈസ തന്നില്ല. ആശാവർക്കർമാർക്ക് കൊടുക്കേണ്ടുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണല്ലോ പരിപാടി. അതിന് അവരെ സ്കീമാണല്ലോ. ആ സ്കീമിൽ തരേണ്ടുന്ന പണം 100 കോടി രൂപ ഇപ്പോഴും തന്നിട്ടില്ല. എന്നിട്ട് കേരള ഗവൺമെന്റ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അവർക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുടിശ്ശിക തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. മാത്രമല്ല കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ
ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സംസ്ഥാനവും അതാണ്, പിടിയാണ്. അത് യു ഡി എഫിന്റെ കാലത്ത് 100 രൂപ കൊടുത്തത് ആകെ വർദ്ധിപ്പിച്ചത്. അത് മുഴുവൻ വർദ്ധിപ്പിച്ചു കൊടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റുമാണ് 8 ടേമായിട്ട്. ഇനിയും അവരെ സംബന്ധിച്ചിടത്തോളം ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ നിലപാട് തന്നെ ഗവൺമെന്റ് സ്വീകരിക്കുകയും ചെയ്യും. സമരം നടത്തിയെന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ സമരം നടത്തുന്നത് ശത്രുവാണെന്നതും ഞങ്ങളെവിടെയും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിലപാടും അതുപോലെ തന്നെ നിങ്ങളുടെ രാഷ്ട്രീയവും മാത്രമാണ്. ഞങ്ങൾക്ക് ഒരിക്കലും പാടില്ല. പരിഹരിക്കട്ടെ, അത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ മലയാളം മനസ്സിലായില്ലേ? പരിഹരിക്കണം. ഞങ്ങൾ ആരാ എതിരി പരിഹരിക്കുന്നതിന് ആരെങ്കിലും എതിരുണ്ടെങ്കിലല്ലേ നിങ്ങൾ ഇന്നയാൾ പറഞ്ഞു പറയേണ്ട കാര്യമുള്ളൂ. ഞാനില്ലേ പറയുന്നത്, CPIM-ന്റെ ഭാഗമായിട്ട് ഞാനിപ്പോ പറയാണ് അതെല്ലാം പരിഹരിക്കേണ്ടിരിക്കുകയാണ്. ആർക്ക് തർക്കമുള്ളത്? പരിഹരിക്കാം. അവരെ വിളിക്കുക, ചർച്ച ചെയ്യാം. അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. ഇനിയും പരിഹരിക്കാം. അതിന് ഞങ്ങൾക്ക് ശത്രുതാപരമായ ഒരു നിലപാടില്ല. ശത്രുതാപരമായ നിലപാടുണ്ട് എന്ന് പറയുന്നത് ശരിയുമല്ല. സത്യം പറഞ്ഞാൽ അതിന്റെ മേലെ രാഷ്ട്രീയമായ ഒരു ഇടപെടൽ നടത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അതാണ് യൂത്ത് കോൺഗ്രസ്സുകാർ മിഞ്ഞാന്ന് നടത്തിയത്. അത് ആശാ വർക്കർമാർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഈ സഹായം കൊണ്ടുവരണ്ടാവും. അവർ പറഞ്ഞല്ലോ, പച്ചയായിട്ട് പറഞ്ഞല്ലോ, യൂത്ത് കോൺഗ്രസ്സുകാർ അടിയും കുഴപ്പവും കലാപവും ഉണ്ടാക്കാൻ പുറപ്പെട്ടപ്പോ ഇമാതിരി പിന്തുണയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾക്ക് ആ പിന്തുണ വേണ്ട എന്നവർ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ഒരു അജണ്ടയുണ്ട് നിങ്ങൾക്ക്. ആ അജണ്ട വെച്ചിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ അജണ്ട ഞങ്ങൾക്കില്ല. ഞങ്ങള് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പിന്നിൽ കിടക്കുന്ന ഒരു ജനവിഭാഗം എന്ന് തന്നെയാണ് ആശാ വർക്കർമാരെയും അതുപോലെ തന്നെ അംഗൻവാടിക്കാരെയും അതുപോലെ സ്കീം വർക്കേഴ്സിനും ഒക്കെ ഞങ്ങൾ കാണുന്നത്. അവരുടെ എല്ലാ ആനുകൂല്യം നൽകിക്കൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോവുകയും ചെയ്തിരുന്നത്. ഇനിയും മുന്നോട്ടേക്ക് പോവുകയും ചെയ്യും. CIT ഉപയോഗിക്കുന്നില്ല. അല്ലല്ലോ, സമരത്തിന് എങ്ങനെ വിളിക്കുക? അവരല്ലേ സമരം നടത്തുന്നത്. സമരം നടത്തുന്നവരെങ്ങനെയാ വിളിക്കാൻ പോവുക? അല്ല, അവര് നേരത്തെ സമരത്തിൽ അവരായിരുന്നല്ലോ ആദ്യം സമരത്തിലുണ്ടായിരുന്നത്. CIT നിങ്ങൾ ഇത് ആദ്യവും അന്ത്യവും ഇല്ലാണ്ട് വഴിക്കുന്ന മാത്രം എടുത്ത് പറയാൻ പാടില്ല കേട്ടാ. യഥാർത്ഥത്തിൽ ആശാ വർക്കർമാരുടെ സമരം ആരംഭിച്ചത് CIT-ന്റെ ആഭിമുഖ്യത്തിലാണ് കേരളത്തിൽ. അവരാ സമരം ഒരു ഘട്ടത്തിലേക്ക് നിൽക്കുമ്പോഴാണ് ഇവരും സമരം തുടങ്ങിയത്. ആ സമരത്തിന്റെ ഘട്ടത്തിൽ അവരും വീണ്ടും സമരം തുടങ്ങിയിരിക്കുന്നു. അതിലെന്തിപ്പോ കുഴപ്പം? സമരം നടത്തിക്കോട്ടെ. ഞങ്ങൾ സമരത്തിനെതിരല്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ. ഓരോ സമരത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചോദിച്ച അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങളാരും ഒരു സമരത്തിനെതിരായിട്ട് നിൽക്കുന്നവരല്ല. സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് സാംക്രമിക രോഗം പടർത്തുന്ന കീഴെന്ന്. സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന അത് സമര നേതൃത്വം കൊടുക്കുന്നവരും നമ്മൾ ചെറിയ വ്യത്യാസം കേട്ടാ. അത് തിരിച്ചറിയുന്നതല്ലേ. അതിപ്പോ ചോദിച്ചു നന്നായി. അതിൽ SDPI ഉണ്ട്, അതിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, അതിൽ SUCI ഉണ്ട്, അതിൽ ഈ പറയുന്ന രീതിയിലുള്ള അരാജകവാദികളായ നിരവധി ആളുകളുണ്ട്. അതിനോട് ഞങ്ങൾക്ക് ശക്തിയായ അഭിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ഞാൻ ഇപ്പൊ പറയേണ്ടതില്ല എന്നുകൊണ്ട് പറയാതിരുന്നാണ്. ആ വിയോജിപ്പ് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ആ വിയോജിപ്പുണ്ട്. പോരെ, സാംക്രമിക പ്രതിരോധം തന്നെയുള്ളു. അതിലൊന്നും ആ പദപ്രയോഗം ഞാൻ നടത്തുന്നില്ല. ഞാൻ എന്റെ പദം ഉപയോഗിക്കല്ലാണ്ട് വേറെ ആരെങ്കിലും പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. അതില് ഞാൻ പറഞ്ഞ പദപ്രയോഗത്തിലേക്ക് ഞാൻ ഇങ്ങനത്തെ ഏതൊരു പദം കിട്ടിയാൽ മതി. എന്നിട്ട് അതിന്റെ മേലെ കയറിയിട്ടാണ് കാര്യങ്ങൾ. വസ്തുതാപരമായി നോക്ക്. അവര് അതിന്റെ അകത്ത് ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണോ? നല്ല പദം ഉപയോഗിക്കുന്നതാണല്ലോ. എന്തിനാ വിമർശിക്കാൻ മോശമായ പദം ഉപയോഗിക്കുന്നത്? നല്ല പദം ഉപയോഗിക്കുക. ആര് ജമാഅത്തെ ഇസ്ലാമി കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? SDPI കൊടുക്കുന്നതിൽ എന്താ? പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വിഭാഗം കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? അതാ ഞാൻ പറഞ്ഞത്. ചോദിക്കുമ്പോ എല്ലാം കുടിച്ചു വെച്ച് ചോദിക്കണം. ഇങ്ങനെയുള്ള ചില ടീമുണ്ട്. മുമ്പ് കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെട്ടപ്പോ ഏറ്റെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ടേക്ക് വന്നിട്ടുള്ള ഈ ടീമുണ്ട്. ആ ടീം തന്നെയാ ഇത്. കേരളത്തിന്റെ വികസനത്തിന് എതിരായിട്ട് നിൽക്കുന്ന ടീമാണ്. ആ ടീമിനെ ഞങ്ങൾ തുറന്നു കാണിച്ചിട്ടുണ്ട്. അന്നും കാണിച്ചിട്ടുണ്ട്, ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അന്ന് പോയി പുറപ്പെട്ടിരുന്നു. ഓരോ അടിയും പിടിയും കുഴപ്പമില്ല ഉണ്ടാക്കുക. എന്നിട്ട് എന്തുണ്ടായേ? ഒന്നും ഉണ്ടായിരിക്കും. കേരള പദ്ധതി പൂർത്തിയായി. അതുപോലെ തന്നെ കീഴാറ്റൂരിൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്ര സമരം ഉണ്ടായിരുന്നു? ബംഗാളിൽ നിന്നല്ലേ മണ്ണ് കൊണ്ടുവന്നത് ഇവരെല്ലാം? കീഴാറ്റൂരിൽ ഭൂമിയില്ലേ, വയൽക്കിളി. എല്ലാ വികസനത്തിനെതിരാണ്. ഏത് വികസന പ്രക്രിയയ്ക്കും എതിരായിട്ട് നിൽക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീമിന്റെ ഭാഗമായി ഞാൻ പറഞ്ഞ പേരെല്ലാം. അതാതെ അതിനൊന്നും വലിയ ആവശ്യമില്ലാവില്ല. പിന്നെ വെറുതെ അടിക്കുക മാത്രമേ ഉള്ളൂ. ഇതായാലല്ലേ മുഖ്യമന്ത്രി ആരാവണമെന്നല്ലേ ഇപ്പൊ അറിയിക്കേണ്ടിയുള്ളൂ. ഒന്നും ഞാൻ എന്തായാലും ഒരു ഉൾക്കണ്ടിയില്ലല്ലോ. ഞങ്ങൾ ഈ പ്രാവശ്യം 3ാമത്തെ ടേം ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ. അതിനു വേണ്ടിയിട്ടുള്ള സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രവർത്തനങ്ങളാണ്
കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ നടത്താൻ പോകുന്നത് അതിന്റെ തുടർച്ചയായിട്ട് അസംബ്ലിയിലേക്ക് 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലിയിലേക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന നിലപാടാണ്. അതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് ഉൾക്കണ്ടിയില്ല, ഒരു സംശയമില്ല. അവർക്ക് ഒരു 3-4 മന്ത്രിമാർ മുഖ്യമന്ത്രിയുണ്ട്. ഇപ്പൊ കുഞ്ഞാലിക്കുടി കൂടി വന്നതോടുകൂടി വളരെ ഒന്നും കൂടി കൂട്ടാം. ചോദ്യത്തിന്റെ നാനാറ് പേര് അതൊക്കെ അന്നേരം ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് പാർട്ടിയൊക്കെ തീരുമാനിക്കും. ആരാവണം നയിക്കേണ്ടത്, മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളതെല്ലാം അന്നേരം തീരുമാനിക്കും. മുഖ്യമന്ത്രിക്കുള്ള ഇളവ് കണ്ടില്ല. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ, പിന്നെ ആദ്യം ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ ചാനലിലും കൊടുത്തത് അത് പാർട്ടി കോൺഗ്രസിന് തീരുമാനിക്കുകയാണ്. പിണറായി വിജയനുള്ള ഈ വയസ്സിന്റെ ഭാഗമായിട്ടുള്ള ഇളവ് കേരളത്തിലെ ഇന്ത്യയിലെ ഒരേ ഒരു ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റും അതിന്റെ മുഖ്യമന്ത്രിയാണ് സഖാക്കൾ. അതുകൊണ്ട് ആ കാര്യം ആ രീതിയിലാണ് പരിഗണിച്ചത്. 24 പാർട്ടി കോൺഗ്രസിലാണ്. 24 പാർട്ടി കോൺഗ്രസ് അല്ല തീരുമാനിക്കുക, ഇപ്പം തീരുമാനിക്കാൻ പറ്റും. 24 പാർട്ടി കോൺഗ്രസ് എന്ത് തീരുമാനിക്കണമെന്ന് 24 പാർട്ടി കോൺഗ്രസ് അല്ലേ തീരുമാനിക്കുക, അല്ലേ? മുൻകൂട്ടി തീരുമാനിക്കും. ആയില്ലേ?